വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേഘാൻ, ചേരാമൊരു നവജീവിത ബലിയിതു മോദാ. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേഘാൻ, ചേരാമൊരു നവജീവിത ബലിയിതു മോദാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോട് കൂടെ. കർത്താവ് തന്റെ ജനത്തിന് ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്കും സമാധാനമരുള ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, ഇത് പ്രത്യേകമായി നമ്മുടെ അനാഥ ഇവിടെ മന്ദിരത്തിൽ കോൺവെന്റിൽ സുപ്പീരിയേഴ്സായി സേവനം അനുഷ്ഠിച്ച് മരണമടഞ്ഞ സിസ്റ്റേഴ്സ്, സിസ്റ്റർ സൊറസാരിയോ, സിസ്റ്റർ ക്ലോറ്റിൽഡ, സിസ്റ്റർ സലോമി, സിസ്റ്റർ സ്റ്റെല്ല, സിസ്റ്റർ കാതറൈൻ, ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും പ്രത്യേകിച്ച് എൻ എ ജോസഫ് നെടിയൂടി, ജോസഫ് ഫെർണാണ്ടസ്, ലില്ലി ഫെർണാണ്ടസ് ഇവരുടെ ആത്മശാന്തിക്കുമായിട്ട് സമർപ്പിക്കുന്നു. ഇനി സിസ്റ്റേഴ്സിൻ്റെ ഏതെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി നമ്മൾ ആത്മശാന്തിക്കായി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിയോഗങ്ങൾ ഇതോടൊപ്പം നമുക്ക് നമ്മളിന്ന് സുവിശേഷത്തിൽ ലൂക്ക 21 ആദ്യ ഭാഗത്ത് ഒരു സാധു വിധവ വന്ന് ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ കാണിക്കയിടുന്നത് യേശു ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചിട്ട് ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ്. ഈ സാധു വിധവ മറ്റെല്ലാവരെയും കൂടുതലായി നിക്ഷേപിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് വിശദീകരിക്കുക, ഈ സാധു വിധവ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നാളേക്കുള്ള ഉപജീവനത്തിൻ്റെ എല്ലാ തുകയും അതിൽ നിക്ഷേപിച്ചു എന്നാ പറയുക. മറ്റുള്ളവരെ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ബാക്കി വരുന്നത് നിക്ഷേപിച്ചു എന്ന് ഈശോ. സമൃദ്ധിയിൽ നിന്ന് ദശാംശമായിട്ടോ അല്ലെങ്കിൽ കുറച്ചായിട്ടോ കൊടുക്കാം എന്ന് നിക്ഷേപിക്കുന്നവരും, നാളെയെപ്പറ്റി നാളെ ദൈവം കാക്കുമെന്ന പ്രതീക്ഷയിൽ നാളത്തേക്കുള്ളത് മുഴുവനും ദൈവത്തിനായി സമർപ്പിക്കുക. ഇപ്പം ഞാൻ കഴിഞ്ഞ മാർച്ച് മുതൽ നവംബർ വരെ ഞാൻ സാമ്പത്തിക പള്ളിയിൽ ഒരു മാസം 25,000 രൂപ ചെലവ് വരും. അപ്പോൾ ദശാംശത്തിൽ നിന്നും ഞായറാഴ്ച പിരിവിൽ നിന്നുമാണ് അഡ്ജസ്റ്റ് ചെയ്യുക. പള്ളി നമ്മൾ പൂട്ടി, ഞായറാഴ്ച പിരിവില്ല. അപ്പം ഞാൻ പിതാവിനോട് ഞാൻ പള്ളി പൂട്ടി അങ്ങോട്ട് വരികയാണ്, ഇവിടെ കാശൊന്നുമില്ല, അല്ലെങ്കിൽ ചെക്ക് വഴി ഇങ്ങോട്ട് എന്തെങ്കിലും അയച്ചു തരാൻ പറഞ്ഞു. കപ്പയാർക്ക് അലവൻസ്, അച്ഛൻ്റെ ഭക്ഷണത്തിൻ്റെ അലവൻസ്, ഇതൊക്കെ. 1-2 പേര് ചോദിച്ചു എന്നോട്, എങ്ങനെ പോകുന്നു. വേറെ ആരും അന്വേഷിച്ചില്ല, ദശാംശം തന്നിട്ടില്ല. അല്ല, ഈ സമയത്ത് ദശാംശം ഓക്കെ, നമ്മുടെ കയ്യിലൊന്നുമില്ലെങ്കിലും അച്ഛന് കഴിഞ്ഞു പോകാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരും അന്വേഷിച്ചു വന്നില്ല. അപ്പോൾ സമൃദ്ധിയിലും നമ്മൾ അന്വേഷിച്ചില്ല, ദാരിദ്ര്യത്തിലും അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. സമൃദ്ധിയിൽ നിന്ന് ദാനം ചെയ്തവരെ കർത്താവ് അഭിനന്ദിച്ചിട്ടില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് നാളേക്കുള്ള ഉപജീവനം ഓർക്കാൻ അതും മാറ്റിവെക്കാതെ അതുകൂടി നിക്ഷേപിച്ച സാധു വിധവയാണ് പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 കർത്താവ് അഭിനന്ദിക്കുക. അപ്പം ശിഷ്യന്മാരോട് പ്രത്യേകം പറഞ്ഞു, ഇവള് നാളത്തേക്ക് ഉപജീവനത്തിലുള്ളതും അവിടെ നിക്ഷേപിച്ചിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരെയും കൂടുതലായി നിക്ഷേപിച്ചു. അപ്പോൾ
ധനമുണ്ടായിട്ട് സമൃദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. കൊടുക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അല്ല, അന്വേഷിക്കാനുള്ള എങ്ങനെ പോകുന്നു എങ്ങനെ കഴിയുന്നു, ശാപ്പാട് കഴിക്കുന്നുണ്ടോ എന്ന്, അല്ലേ, ചോദിക്കാനുള്ള മനസ്സ്. അവിടെയാണ്. ധനമൊന്നും കൊടുത്തില്ലെങ്കിലും ദശാംശം കൊടുത്തില്ലെങ്കിലും ചോദിക്കാനുള്ള മനസ്സ്, എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് ചോദിക്കാനുള്ള മനസ്സാണ്. സാധുവതയെപ്പോലെ നാളെപ്പറ്റി ഒന്നും ഓർക്കാതെ എല്ലാം തമ്പുരാന് വേണ്ടി കൊടുക്കുകയും ക്ഷേമാന്വേഷണം നടത്തുകയും ചെയ്യുകയാണ് സുവിശേഷ വേലയ്ക്കുള്ള ഏറ്റവും പ്രചോദനകരമായ കാര്യം. അപ്പം നമുക്ക് ഈ ചിന്തകളൊക്കെ ഉൾക്കൊണ്ട് ഈ ബലിയിലേക്ക് പ്രവേശിക്കാം. ദിവരകസ്വമൊരുക്കത്തോടുകൂടി കൊണ്ടാടുവാൻ നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സുവെച്ചിട്ട് പറയാം. ഇപ്പം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ഒരു സ്പേസ് എടുത്തിട്ടുണ്ട്. അപ്പം അവർക്ക് പുറകിലെ മുതിർന്നവരിരിക്കുക. അപ്പോൾ അവർ സ്പേസ് കവർ ചെയ്താണ് അവർ 10-15 പേരിരിക്കുക. അപ്പം എല്ലാ ദിവസവും അവർക്ക് വേണ്ടി സ്പേസ് ഇട്ട് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വിശ്വാസികളുടെ മാനസങ്ങൾ ഉദ്ദീപിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുക്കർമ്മത്തിൻ്റെ ഫലം കൂടുതൽ തീക്ഷ്ണതയോടെ നിറവേറ്റിക്കൊണ്ട് അങ്ങേ കാരുണ്യത്തിൻ്റെ ഔഷധങ്ങൾ കൂടുതലായി ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് കണ്ടു. അവനോടുകൂടി 144,000 പേരും. അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണ മീട്ടുന്നത് പോലെയുള്ള സ്വരം. അവർ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. കർത്താവിൻ്റെ വചനം. കർത്താവേ, ഇവരാണ് അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറ. കർത്താവേ, ഇവരാണ് അങ്ങയുടെ അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറ. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദികൾക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവേ, ഇവരാണ് അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറ. കർത്താവിന്റെ മലയിൽ ആര് കയറും?
അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും. കർത്താവേ, കർത്താവേ, ഇവരാണ് അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറ. അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിന്റെ ദൈവത്തെ തേടുന്നത്. കർത്താവേ, ഇവരാണ് അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറ. ഹല്ലേലൂയ. നിങ്ങളുടെ കർത്താവ് ഏത് സമയത്ത് വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പ് തുട്ടുകൾ ഇടുന്നതും അവിടുന്ന് കണ്ടു. അവിടുന്ന് പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ, ഈ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ, ഈ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ദൈവമേ, ഈ ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ. ദൈവമേ, നിൻ തൃക്കൈകളിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നിതാ. ആഭാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു സർവം. ആഭാ പിതാവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു സർവം. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ, ഈ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്നെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങ് കൽപ്പിച്ചതനുസരിച്ച് അങ്ങേ നാമത്തിന് സമർപ്പിക്കപ്പെട്ട ഈ തിരുമുൽ കാഴ്ചകൾ സ്വീകരിക്കുന്നതിനും അവ വഴി അങ്ങേ സ്നേഹത്തിന് ഞങ്ങൾ അർഹരായി ഭവിക്കുന്നതിനും അങ്ങേ കൽപ്പനകൾ എപ്പോഴും കാത്തു പരിപാലിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത് അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണോന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്
ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭൂരിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു രാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാരം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ നീക്കേടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കേടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ
നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിന്റെ തിരു ശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. നീ വരുമ്പോഴൻ ലാല
ദൈവമേ നീ വാവ യേശുനാഥ. നമ്മൾ ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള കുട്ടികൾ മാർച്ച് മാസത്തിൽ 21ഓളം പേരാണ് അവർ ക്ലാസ്സിൽ വന്നിരുന്നത്. അപ്പോൾ നമ്മൾ മാർച്ചിൽ നമ്മൾ ക്ലാസ്സെല്ലാം ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 2 ആഴ്ചയായിട്ട് ക്ലാസ്സുകൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല പാരൻസ്. അപ്പോൾ നമ്മൾ പല പ്രാവശ്യം നമ്മൾ കുർബാനയിൽ അറിയിപ്പിൽ പറഞ്ഞിരുന്നു, അധ്യാപകർ വഴി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി താമസിച്ച് വരുന്ന കുട്ടികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നതല്ല. ഇപ്പോൾ ക്ലാസ് നമ്മൾ ഓർഡറായിട്ടുണ്ട്. പിന്നെ വരുന്നവരെ അടുത്ത വർഷത്തേക്കായിരിക്കും നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും 2 ആഴ്ച നമ്മൾ ക്ലാസ് തുടങ്ങി. പിന്നെയും ഏതെങ്കിലും പാരൻസൊക്കെ ഉണ്ടെങ്കിൽ ഇനി കൊണ്ടുവരാൻ പാടില്ല എന്ന് പ്രത്യേകം അറിയിക്കുക. അപ്പോൾ അടുത്ത വർഷത്തേക്കായിരിക്കും അവർ അഡ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇൻറ്റൻസീവ് കോച്ചിങ് ആണ് ഇവർക്ക് കൊടുക്കുക. തീവ്രമായ പരിശീലനമാണ് ഇവർക്ക് കൊടുക്കുക. അപ്പോൾ ഡിസംബറിൽ ക്രിസ്മസിന് ശേഷമായിരിക്കും ഇവർക്ക് ആദ്യ കുർബാന കൊടുക്കുക. അപ്പോൾ സഭാ പഠനവും നമസ്കാര പഠനവും ഒക്കെ തീവ്രമായിട്ട് ഇവർക്ക് കൊടുക്കുകയാണ്. പിന്നെയും താമസിച്ച് വരുന്നവരെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇനി റിപ്പോർട്ട് ചെയ്യാത്ത കുട്ടികളെ സ്വീകരിക്കുന്നതല്ല എന്ന് വളരെ ഗൗരവത്തോടുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ചില കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ശനി ഞായറുമാണ് പ്രത്യേകം നമ്മൾ ക്ലാസ് കൊടുക്കുക. അപ്പം അതും ആ ക്ലാസ്സിൽ അവർ വരേണ്ടതാണെന്ന് കൂടി അറിയിക്കുന്നു. അപ്പോൾ പാരൻസ് ഗൗരവത്തോടുകൂടി ഇതെടുക്കുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവ്യമായ പങ്കാളിത്തത്താൽ ആനന്ദിക്കുവാൻ അങ്ങിടയാക്കിയ ഞങ്ങളെ അങ്ങിൽ നിന്ന് ഒരിക്കലും വേറുപിരിയാൻ അനുവദിക്കരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ദയുള്ള മാതാവേ, നിന്റെ സംഗീതമായി ഓടി വന്ന് നിന്റെ സഹായം തേടി ആരെയും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ മറിയമേ, ദൈവമാതാവേ, വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ നെടുവീർപ്പിട്ട് കണ്ണുനീർച്ച് പാപിയായ ഞാൻ നിന്റെ യാതികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്മാരാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിരുളണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മരിച്ചനായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.